ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് അവസാനത്തെ ദിവസം ധ്യാനത്തിൻ്റെ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഈ നേരമാകുമ്പോൾ ഞാൻ നിങ്ങളോട് വിവരങ്ങളൊക്കെ പറയേണ്ടതെന്ന്. എല്ലാം ഭംഗിയായിട്ട് നടന്നു. എന്താണോ നമ്മൾക്ക് ആവശ്യമുള്ളത് ആ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ വന്നു ചേർന്നു. ഇനി ബാക്കി കാര്യങ്ങളും കൂടി ഉണ്ട്, അതെല്ലാം ഭംഗിയായി നടക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഡൗണും ഡിവൈനും രാവിലെ 5:30 തന്നെ എണീറ്റ് 5 മണിക്ക് ഞാൻ തോന്നുന്നുണ്ട് പോണത് അവർ കേട്ടോ. പോയി അങ്ങനെ ഞാൻ പതിവും പടി പതുക്കെ എണീറ്റ് വരുമ്പോഴേക്കും ഇവിടെ ഡിമ്പിൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിർത്തിയേക്കാണ്. സാധാരണ ഇവർ 10 മണിയൊക്കെ ആകുമ്പോഴാണ് പ്ലേ സ്കൂളിലേക്ക് ഇറങ്ങുക. അപ്പോൾ 10:15 10:05 പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ 9:30 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് റെഡി ആയിട്ട് 2 പേരും കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നതാണ് കാണാനായിട്ട്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്കുള്ളത് മേശപ്പുറത്ത് മൂടി വെച്ചേക്കാണ്. നമ്മുടെ പുട്ടും മീൻകറിയായിരുന്നു കേട്ടോ, ചായയും. അപ്പോൾ രണ്ടാളുടെയും ബാഗ് കണ്ടോ റെഡി ആയിട്ടിരിക്കണേ, രണ്ടാൾക്കും സ്നാക്സൊക്കെ വെച്ച്. അപ്പോൾ കുറേ പേര് ചോദിച്ചു കുട്ടികൾക്ക് എന്താ ഇങ്ങനെയൊക്കെ കൊടുത്തയക്കണേ എന്നുള്ളത്. അപ്പോൾ അവർ വീട്ടിൽ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ദോശ അല്ലെങ്കിൽ അവർ തിന്നുന്നതായ കുറേ സാധനങ്ങൾ കൊടുത്തയക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ദിവസമായി ഞാൻ രാവിലെ എണീറ്റിട്ട്. അപ്പോൾ ഞാനെപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ എണീറ്റ വഴിക്ക് എനിക്ക് പറ്റില്ല. ഇതിപ്പോൾ എണീറ്റ വഴിക്കായതുകൊണ്ടാണ് ഞാൻ മെഴുകുതിരി കത്തിച്ച് ഞാനത് വീഡിയോ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണ് എണീറ്റ് കിച്ചണിലേക്ക് വരുന്നത് അപ്പോഴാണ് ഞാൻ തിരികെ എത്തിക്കുക. കാരണം അത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പോയിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കിച്ചണിൽ വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ചാക്കോച്ചൻ്റെ കുപ്പി കഴുകട്ടേക്കണോ, പാച്ചുവിൻ്റെ കുപ്പി എല്ലാതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ നേരത്തോടെ എണീക്കേണ്ട ഡിമ്പിൾ കേട്ടോ. ഡിമ്പിൾ മാത്രമല്ല എല്ലാവരും, കാരണം ചാക്കോച്ചൻ രാവിലെ എണീക്കും. അപ്പോൾ അതോടുകൂടി പിന്നെ ലീലാംശിക്ക് ഫുഡൊക്കെ കൃത്യമായിട്ട് കൊടുക്കണമല്ലോ, നമ്മളുടെ ഗസ്റ്റല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയും ലീലാംശി വന്നേ പിന്നെ ഒരു കൃത്യം കാണിച്ചായി എന്ന് പറയും. രാവിലെ എണീക്കലും ഭക്ഷണം നേരത്തിന് കഴിക്കലും. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ഒരു ഓർഡർ ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെ വിചാരിച്ചിട്ടും ഇവരെ കൊണ്ട് അത് എന്താ പറയുക അനുസരിപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലീലാംശി ഒന്നോട് കൂടിയിട്ട് കറക്റ്റ് ടൈമിൽ ഫുഡ് റെഡിയാവുക, അത് കഴിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും കഴിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു റൂട്ടീനായി എന്ന് പറഞ്ഞു, കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിള്ളേർസ് 2 കുളിപ്പിച്ച് ഡിമ്പിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറങ്ങുക പോവുക അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ നേരത്തോടെ മാറിയ കാരണം ഇവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് പാച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പാച്ചു എനിക്ക് തോന്നുന്നു 9 മണിയാകുമ്പോഴേക്കും കുളി ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അംഗമെന്ന് വെച്ചാൽ പാച്ചു പറയും അമ്മായി അമ്മ ഗോ എവേ പറയും. അപ്പോൾ തോമു പറയും മൈ ഓച്ചു ഗോ എവേ പറയും. അങ്ങനെ 2 പേർക്കും ഓച്ചുവിനെ വേണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അങ്ങനെ ഷൂ ഇടിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, തോമു മാക്സിമം കുഞ്ചാണ്. ഇപ്പോൾ ഞാനും ഡിമ്പിളെല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങളോട് മാക്സിമം അവന് പറ്റാവുന്ന പോലെയൊക്കെ കുഞ്ചാണ് കേട്ടോ. അപ്പോൾ രാവിലെയാണ് ഇന്ന് റോബോട്ടിനെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രാവിലെ ചെയ്യണേന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഒക്കെ ക്ലീനായി കിടക്കുകയാണ്. അപ്പോൾ ഇവർക്കത് കാണുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ക്ലീനായി കിടക്കുന്നത് കാണുമ്പോൾ നമ്മളായാലും ഒന്ന് പതുക്കെ പോയി കിടക്കില്ലേ. അപ്പോൾ അതാണ് കാണിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് നേരത്തോടെ ഡ്രസ്സൊക്കെ മാറിയപ്പോൾ ഇനി അതുവരെ എന്ത് ചെയ്യണം നല്ല അറിയാണ്ടുള്ള നടത്തണം. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു ഇനി കുറേ ലേറ്റ് ആക്കണ്ട, അവരെ കൊണ്ടാക്കിക്കോ. കാരണം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മേത്ത് മുഴുവൻ അഴുക്കാവും, പിന്നെ വിയർക്കും. അപ്പോൾ കൊണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് ഓച്ചും ബാഗൊക്കെ കൊണ്ട് വയ്ക്കുമ്പോഴാണ് പാച്ചുവിനൊരു പൂതി അമ്മ കൂടെ വേണമെന്ന്. അപ്പോൾ എല്ലാ ദിവസവും അമ്മയാണല്ലോ കൊണ്ടാക്കാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മ പോണില്ല. അപ്പോൾ എന്തായി ഇന്ന് അവനൊരു പൂതി. അപ്പം ഞാനും പറഞ്ഞു ഡിമ്പിളിനോട് ഒന്ന് പൊക്കോ, വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വണ്ടിയിൽ ഇവിടെ നിന്ന് അവിടെ വരെ ഇരിക്കല്ലേ വേണ്ടു, കുട്ടിയെ കരയിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ ഡിമ്പിൾ മുടിയൊക്കെ കെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം അകത്ത് കയറി മുടിയൊക്കെ കെട്ടി. ഡ്രസ്സ് മാറേണ്ട ആവശ്യമില്ല, വണ്ടിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങില്ല. അവിടെ വണ്ടി നിർത്തുമ്പോഴേക്കും ആയമാർ വന്നിട്ട് ചേച്ചിമാർ വന്ന് കുട്ടികളെ കൊണ്ടുപോകും. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു എന്നാൽ പൊക്കോ, കാരണം കുട്ടികളെ അല്ലേ അവരെ കരയിക്കേണ്ടെന്ന് വെച്ചു. എന്തോ അവനങ്ങനെ ഒരു പൂതി തോന്നിയേക്കണം. അങ്ങനെ ഡിമ്പിൾ വീണ്ടും അകത്ത് കയറി മുടിയൊക്കെ കെട്ടാനായിട്ട് പോയി. അപ്പോൾ അവനൊരു സംശയം, അമ്മ വരില്ലേ, അമ്മ പറ്റിക്കുകയാണോന്ന്. അപ്പോൾ അവൻ പിന്നാലെ പോവാണ് കേട്ടോ. അവന് സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചില ദിവസം
ഓരോ ഒരു കുഞ്ഞു കുഞ്ഞു വാശികൾ. പക്ഷെ നടത്തി കൊടുക്കാവുന്ന വാശിയാണെങ്കിൽ നമുക്കത് എന്താ കുഴപ്പം? കാരണം ആ വണ്ടി വെറുതെ അവിടം വരെ പോണതാണ്. അതിൽ കയറി ഇരുന്ന് അവിടം വരെ കുട്ടികളോട് വർത്താനം പറഞ്ഞ് തിരിച്ച് അതേ വണ്ടിയിൽ പോരെ, ഇറങ്ങുക പോലും വേണ്ട. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയിട്ട് വായോ എന്ന് പറഞ്ഞു. പുറത്ത് നല്ല മഴയാട്ടോ. അതാണ് ചിലപ്പോൾ സൗണ്ടിൽ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അപ്പിളിപ്പിളൊക്കെയാണ് മഴ പെയ്യണതെങ്കിലും പെയ്യുന്ന മഴ ഭയങ്കര മഴയായിരുന്നു. ഇടയിൽ ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ റെഡിയായപ്പോൾ മോൻ കൂടെ പോണു. പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ കൊണ്ടുവന്ന് ഇറക്കി നേരെ മൂപ്പര് സ്കൂളിൽ ഇറങ്ങി പോവുകയും ചെയ്ത് കേട്ടോ. അങ്ങനെ ഇവർ പോയതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഗോതമ്പ് പുട്ടിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാച്ചുവിന് ഉണ്ടാക്കിയ ദോശയുടെ മാവിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചല്ല അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചാൽ ഇന്നത്തെ 2 പീസ് പുട്ട് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് മാറ്റി വെച്ചാൽ അത് ഫ്രഷായിട്ട് പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ് ആർക്കെങ്കിലും എടുക്കാം. പഴയത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ പഴയത് വെക്കുന്ന ശീലം എനിക്കില്ല. പക്ഷെ നിങ്ങൾ കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ എന്താ പറയുക വെച്ച ഫുഡാണ് പഴയ ഫുഡ് കഴിക്കണേന്നുള്ളത്. ഒരിക്കലും അല്ല. മിക്കവാറും നിങ്ങൾക്ക് കണ്ടറിയാം ഫ്രഷായിട്ടുള്ള ഫുഡ് തന്നെയാണ്. അധികം പഴക്കൽ വരാണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പിന്നെ അപ്പം അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഗേറ്റ് ലോക്ക് ചെയ്തില്ല. കാരണം ഇപ്പം തന്നെ വരണതല്ലേ. അപ്പോൾ 10 മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കിയപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ വരുമ്പോഴേക്കും ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയെങ്കിൽ അത്ര അവൾക്കൊരു നമ്മളെപ്പോഴും പറയില്ല ഒരാളുടെ കൂടെ മറ്റൊരാളും കൂടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പണികൾക്കൊക്കെ ഒരു എളുപ്പമുണ്ടാവും എന്ന് പറയില്ല. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഉച്ചയിലത്തേക്ക് വറുക്കാനുള്ള മീൻ വെള്ളത്തിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ വെള്ളം മാറ്റി കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ വെച്ച് വരുമ്പോഴേക്കും അവർ വന്നു കേട്ടോ. അപ്പോൾ അവർ ഇതേന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് തൊട്ടടുത്ത വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ജീപ്പ് ചാർജ് ചെയ്യാൻ വെച്ചേക്കാണ്. അപ്പോൾ എനിക്ക് എത്ര നേരം എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇന്നാളും ഒരു കുട്ടി ചോദിച്ചു എത്ര നേരം വെക്കണം എന്നൊക്കെ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനത്തെ ഒന്നും ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും പുറത്ത് പോയി വന്നു. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുക എല്ലാ പരിപാടികളും കഴിയുമ്പോൾ. ഇന്നിപ്പോൾ ഡാഡി പോണതിന് പകരം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ഡാഡിയും ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് അവിടെ ഇരുന്നു. അതിപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ശരിക്കും 10 മണി തൊട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മുമ്പ് ഇങ്ങനെ എണീറ്റ വഴിക്ക് ഒരു ഇരിപ്പാണ്. ഇപ്പം അതില്ല. 10 മണി തൊട്ടപ്പോൾ എൻ്റെ പ്രേക്ഷകരോടും കൂടിയിട്ടാണ് എൻ്റെ കസ്റ്റമേഴ്സിനോടും കൂടിയിട്ടാണ് ഞാൻ പറയണത് കേട്ടോ. നിങ്ങളെപ്പം മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല. ഞാനൊരു 10 മണിയോട് കൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് പേരുടെ കാര്യങ്ങളും പറഞ്ഞ് ഓർഡർ കൊടുത്ത് 12:30-1 മണിയാകുമ്പോഴേക്കും ഞാൻ ഉള്ള സാധനങ്ങളാണെങ്കിൽ പാക്ക് ചെയ്ത് അയക്കും. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എല്ലാവരും പറയാറുണ്ടോ ആൻറ്റി പറയുമ്പോഴേക്കും സെൻഡ് ചെയ്തില്ലോ എന്ന് പറയാറുണ്ട്. മാക്സിമം എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് റിലയൻസിലേക്ക് ഒന്ന് പോകണം. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇന്നലെ ഒതുക്കിയപ്പോൾ കുറേ സാധനങ്ങളൊന്നുമില്ല. കുത്തിപ്പൊടി നോക്കിയപ്പോൾ അതില്ല. ഇപ്പോൾ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ കുരുമുളക് പൊടിയില്ല, കുരുമുളകില്ല, അങ്ങനെ കുറേ സാധനങ്ങൾ ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളെ ഇല്ലാത്ത സമയത്ത് പോകാൻ പറ്റുള്ളൂ. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഡിംപിളും ഡിവൈനും കൂടി പോകും, അല്ലെങ്കിൽ ഞങ്ങൾ 3 പെണ്ണുങ്ങളും കൂടി ഡാഡിയുടെ കൂടെ പോകും. അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കയ്യോടെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു എന്താ പറയുക തിക്കും തിരക്കും കഴിഞ്ഞല്ലോ. സാധാരണ ഞാൻ പറയാറില്ലേ 2:30 വരെയാണെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവരോടും അതുവരെയുള്ള കുട്ടികളോട് പറഞ്ഞു ഇന്ന് തൊട്ട് ഇന്ന് മാത്രം ഇങ്ങനെയാണ്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് 3 വർക്കിംഗ് ഡേ ആണ് നമ്മൾ പറയുന്ന ദിവസം. ഇനി ബാക്കിയുള്ളതൊക്കെ നാളെ സെൻഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ഞാൻ റിലയൻസിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ റിലയൻസിൽ ശരിക്കും പറഞ്ഞാൽ അകത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പാർക്കിങ്ങിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞാനും ഡിബിളും കൂടി ഇറങ്ങി പോയതിന് ശേഷമാണ് ഡാഡി പാർക്ക് ചെയ്തിട്ട് സമാധാനത്തിൽ വന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടുള്ള വിശേഷമൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇറങ്ങണോട് കൂടിയിട്ട് ഞാൻ ഫോൺ വണ്ടിയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കയറുമ്പോഴാണ് ഞാൻ ട്രോളിയിൽ നിന്ന് ഫോൺ എടുത്തത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കണത് കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇനി ആൻറ്റിയുടെ ഒതുക്കൽ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ എന്താ പറയുക എൻ്റെ ഇത് പരിപാടി ഒതുക്കലാണ് എൻ്റെ സെക്ഷൻ.
ഓരോരുത്തർക്കും ഓരോ സെക്ഷനാണ് ഈ വീട്ടിൽ. അപ്പോൾ എൻ്റെ സെക്ഷൻ ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒതുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളോട് ഷെയർ ചെയ്യാം, വെറുതെ അവിടുത്തെ കുറേ വീഡിയോസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ഇറങ്ങണ നേരത്താണ് ശരിക്കും പറഞ്ഞാൽ ബാഗ് സാധാരണ നമ്മൾ ബാസ്ക്കറ്റ് എടുത്ത് വണ്ടിയിലിടാറുണ്ട്, എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ, പിന്നെ അത് മതി എന്ന് വിചാരിച്ചു. പക്ഷെ വാങ്ങി വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ബില്ലായി. നല്ലൊരു ബില്ലെന്ന് പറഞ്ഞാലും വലിയ 4000 രൂപ താഴെ കണ്ട്. അപ്പോഴും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടോ. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ ഇന്ന് ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല റിലയൻസിൽ. പക്ഷേ നമ്മൾക്കിനി വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. നാളെ ഡിവൈനും ഡോണും ഉണ്ടാവും, കുട്ടികളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് ഒരു പ്രശ്നവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് തന്നെ പോയതാണ്. ഓഫറും കാര്യങ്ങളൊന്നും നോക്കിയില്ല. കുറേ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴല്ലേ നമ്മളങ്ങനെ നോക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ പിള്ളേഴ്സിന് എടുക്കാനാണ്. പിള്ളേഴ്സ് 2 പേരും വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിൽ. അങ്ങനെ ഡിംപിളാണ് ഇറങ്ങിപ്പോയി കുട്ടികളെ പിക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്തും മഴ ചെറുതായിട്ട് ചാറുണ്ട്, അതാണ് ഗ്ലാസ്സിൽ കൂടെ കാണുന്നത്. സോറി കേട്ടോ, എനിക്കിപ്പോഴും തൊണ്ടയ്ക്ക് അങ്ങോട്ട് മുഴുവൻ ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർത്താണ്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരുന്ന ഒരു അസ്വസ്ഥതയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ പിന്നെ നിർത്തിക്കൊട്ടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് എന്താ പറയുക ചുമച്ച് നിൽക്കുന്നത്. അപ്പോൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പാപ്പൻ ഡിംപിളാണ് കുട്ടികളെ കൊണ്ടുവരാൻ പോയത്. അപ്പോൾ എന്നെ കണ്ടിട്ട് നമ്മുടെ തോമുട്ടൻ ഓടി വരികയാണ് കേട്ടോ. ഇപ്പോൾ തോമുട്ടനും ഞാനും ഭയങ്കര സെറ്റാണ്. അപ്പോൾ അമ്മേനെ ചോദിക്കലൊന്നുമില്ല കേട്ടോ മൂപ്പരെ. ചില സമയത്ത് ഉറക്കവിളി വരുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നല്ലാണ്ട് അങ്ങനെയില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ബേബി സണ്ണിലേക്കാണ്. ബേബി സണ്ണിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികളുള്ളപ്പോൾ വണ്ടിയിൽ ഫോൺ ഇടും, പിന്നെ ഞാൻ എടുക്കുകയില്ല. ബാഗിൽ ഫോൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുക്കില്ല. അവിടുന്ന് പിന്നെ വി കെയറിലേക്ക് ഇറങ്ങി. വി കെയറിൽ നിൽക്കുമ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ബിസ്മിയിൽ ഇറങ്ങി രാത്രിയിലേക്കുള്ള ചപ്പാത്തി വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മഴ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇറങ്ങണ്ട, കാരണം വി കെയറിൽ നിന്ന് തന്നെ ഡിംപിൾ പാച്ചുവിനെയും കൊണ്ട് വരുമ്പോൾ മഴയത്താണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇറങ്ങി കയറൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം രാത്രിയിലേക്കുള്ള ചപ്പാത്തിയല്ലേ ഡാഡി, ഇപ്പോൾ ആ സമയത്ത് പോയി വാങ്ങിച്ചാലും മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികൾ ബേബി സണ്ണിയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിശപ്പും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇന്ന് ഡിംപിൾ ചോദിച്ചു മാമിനോട് പാച്ചു ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവൻ ആവശ്യത്തിന് വേഗം കഴിക്കേണ്ടതെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഓരോന്ന് ഇറക്കി. അപ്പോൾ കുട്ടികളുടെ മറ്റേ ടിഫിൻ കാരിയറും ഇതൊക്കെ ഡാഡി കഴുകി, ഡാഡി അല്ല കേട്ടോ, ഡിംപിൾ കഴുകി. അപ്പോൾ ലീലാംശിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും ലീലാംശി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പാച്ചുവിനെയും കൊണ്ട് ചാക്കോച്ചനെയും കൊണ്ട് ഉറങ്ങാൻ പോയി. അപ്പോൾ ഞാൻ വേഗം ഫുഡ് ഡാഡിക്കുള്ളത് വിളമ്പിയതിന് ശേഷം ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ വേഗം ഞാൻ നമ്മളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലിരുന്നു. കാരണം ഞാൻ 12:30 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുവരെ ഉള്ള കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കണം, നമ്മൾക്ക് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് തീർക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇരുന്നിട്ട് പിന്നെ 5 മണിയായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എണീറ്റിട്ട് എൻ്റെ ബാക്കി സംഭവങ്ങൾ ഒതുക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഡാഡി പറഞ്ഞ പോലെ ആ സമയത്ത് ഞങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് ബാങ്കിലേക്കും അങ്ങനെ അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോവാനായിട്ട് ഡാഡി പോയിട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇനി ഒതുക്കാൻ നിന്നു. അപ്പോൾ തോമൂനെയും കൊണ്ട് ലീലാംച്ചി ചാക്കോച്ചനെയും കൊണ്ട് 2 പേരെയും കൊണ്ട് മുകളിലേക്ക് പോയി. ഡിംപിളും മോനെയും കൊണ്ട് റൂമിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആരും ഇല്ലെങ്കിലാണ് ഒതുക്കാൻ എനിക്കൊരു ഇഷ്ടം, അല്ലെങ്കിൽ നമ്മളിത് ഒരെണ്ണം ചെയ്യുമ്പോഴേക്കും അവിടെ നിന്നൊന്ന് വലിച്ച് ഇവിടെ നിന്നൊന്ന് വലിച്ച് നമുക്ക് ഇരട്ടി സമയമാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എലീന എന്ന് പറഞ്ഞിട്ട് അരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ 3 ഇതെന്ന്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഫർ ഒരെണ്ണം വാങ്ങിയാൽ 2 എണ്ണം ഫ്രീ എന്നാണ്. അതായത് ഒരെണ്ണത്തിന് 200 രൂപ, 200 രൂപയ്ക്ക് 3 പാക്കറ്റ് എന്നാണ് അവർ പറയണതല്ല. കുറേ കാലങ്ങളായിട്ട് ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന അരിയാണ്. ലോങ് റൈസ്, അതായത് നല്ല നീളമുള്ള നല്ല ബിരിയാണി അരി, പച്ചരി, ഫ്രൈഡ് റൈസിനൊക്കെ പറ്റിയ അരി കേട്ടോ. അപ്പോൾ ഞാനിത് കഴിയണേന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ മറ്റേ ബിരിയാണി അരി എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ്, ഒരു ടിന്ന്, അതിലിതാണ് ഞാൻ യൂസ് ചെയ്യുക. ഒരു കുഴപ്പമില്ലാത്ത ഇത് ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ച 2 പഞ്ചസാരയിലത്തെ 1 പഞ്ചസാര. അപ്പോൾ ഒരെണ്ണത്തിൽ 2 എണ്ണേ കൊണ്ടുള്ളൂ. മറ്റേതിൽ അതും കൂടി വെച്ച് ഞാൻ ആ കബേർഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഡിംപിൾ എനിക്ക് മൾട്ടിഗ്രെയിൻസ് ഉള്ള വീറ്റാട്ട വാങ്ങിയേക്കണതാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി മമ്മിക്ക് എന്തായാലും ഒന്നും തരില്ല എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ കാരണം ഇന്ന് നോക്കിയപ്പോൾ ഷുഗർ കുറച്ച് ഉണ്ട്. അപ്പോൾ
വിചാരിച്ചു ഇനി അതും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ബ്ലഡ് ഷുഗർ ഞാൻ മറ്റേ സാഷെ വാങ്ങിക്കാറില്ലേ, അതിൻ്റെ തന്നെ ഞാൻ സ്ഥിരം ഇതാണ് ഉപയോഗിക്കുക കേട്ടോ. സംഭവം എന്താ പറയുക, കുറച്ച് വില മറ്റ് സാധാരണ ഇതിനേക്കാളും കുറച്ച് കൂടുതലാണ്, എങ്കിലും നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറേ നാളുകളായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു നല്ല മണമാണ് വരിക. അതായത് ഇതിൻ്റെയൊക്കെ മണം, ഉലുവയുടെയും മഞ്ഞളിൻ്റെയും പെപ്പറിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് വരിക. പക്ഷേ നമ്മൾ കാപ്പിയിൽ അല്ലെങ്കിൽ ചായയിൽ അല്ലെങ്കിൽ പാലിലടിക്കുമ്പോൾ അതിൻ്റെ യാതൊരു വിധ ഫ്ലേവറും പുറത്തേക്ക് വരുന്നില്ല, പഞ്ചസാര പോലെ തന്നെയാണുള്ളത്. അപ്പം ഞാൻ കുറേ കാലങ്ങളായി, നിങ്ങൾ കാണുന്നുണ്ടോ, കുറേ നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്യണു. അപ്പോൾ അത് 1/2 കിലോനാണ് എത്ര രൂപ ഇപ്പോൾ കണ്ടത് നിങ്ങൾ, 60 രൂപയാണ്. അതാണ് കേട്ടോ അതിൻ്റെ വില. ഞാൻ വിട്ടുപോയി അത്. ഞാൻ സാധാരണ വില നോക്കാറില്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ബില്ലിൽ വല്ലതും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. അല്ലാണ്ട് എടുക്കണ നേരത്തെ അപ്പോൾ ഓർമ്മയുണ്ടാവും, പിന്നെ എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഒരു കൊറിയർ വന്നു. അപ്പോൾ കൊറിയർ വന്നപ്പോൾ നമ്മുടെ തോമും ചാക്കോച്ചനും കൂടി പാച്ചും കൂടിയിട്ടാട്ടോ പോയി വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ചായയുടെ 3 in 1 അതാണ്. അപ്പം ഞാനത് അതിൻ്റെ ഓഫർ കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ വില 140 രൂപ, അതായത് ഒരു ചായക്ക് 14 രൂപയാണ് വരിക. പക്ഷേ ഇപ്പോൾ 94 രൂപ, അതായത് 9 രൂപ 40 പൈസയാണ് ഒരു ചായക്ക് വരിക. അപ്പോൾ അതിൻ്റെ കൂടെ അവർ എക്സ്ട്രാ ഫ്രീ ആയിട്ട് ഒരു കാപ്പച്ചിനോയുടെ കോഫി പൗഡർ 3 in 1 ഒരു സാഷയും കൂടി സെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്ത് നല്ലതാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാമല്ലോ. 14 എത്ര രൂപയാണ് അതിന്, 20 രൂപയാണ് അങ്ങടെ കണ്ടത്. അപ്പോൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ, കുറച്ച് ഫ്രീ ആകുമ്പോൾ അല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഒരു പാക്കറ്റേ ഉള്ളൂ, അത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും എനിക്ക് ഒതുക്കേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ ആ പെട്ടി ഞാൻ ദേ പരിയപ്പുറത്ത് കൊണ്ടിട്ടു. അപ്പോൾ എൻ്റെ മക്കൾ 3 പേരിങ്ങനെ നിന്ന് നോക്കാട്ടോ, മമ്മി ഇതുവരെ എവിടെയായിരുന്നു എന്നാണ് അവരുടെ ചോദ്യം. അപ്പം ഞാൻ പറയാറില്ലേ, എൻ്റെ അനക്കം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കണ്ടില്ലെങ്കിൽ പോലും ഇവർ 3 പേരും ഇടവും വലവും നിന്ന് എന്നെ നോക്കും, എവിടെയാണ് എന്താണ്, എന്നെ കണ്ടില്ലെങ്കിൽ കുരയ്ക്കും, അങ്ങനെയൊക്കെ കേട്ടോ. അതെപ്പോഴും നമ്മൾ പറയില്ലേ, വളർത്തുമൃഗങ്ങൾ അങ്ങനെയാണെന്ന് പറയില്ലേ. അപ്പോൾ ഇത് ഡിംപിള് ഞാൻ റിലയൻസിൽ കണ്ടിട്ട് വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വീക്കാരിൽ പോയപ്പോൾ അവരോട് ചോദിച്ചിട്ട്, അപ്പോൾ ആദ്യം ഡീ പ്രോട്ടീൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, പൊട്ടിക്കാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു ചോക്ലേറ്റ് ഫ്ലേവറിൽ എൻഷ്യൂർ വാങ്ങിക്കുക, ഞാൻ പറഞ്ഞു എനിക്കതും വേണ്ട, ഹോർലിക്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഹോർലിക്സിൽ ഷുഗർ ഉണ്ട്, ഇതാകുമ്പോൾ കുഴപ്പമില്ല എന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. എനിക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, എനിക്കെന്തോ അങ്ങനത്തെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല. സാധാരണ ഹോർലിക്സ് ബൂസ്റ്റ് അതൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവരുമ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവിടെ ക്ലിപ്പ് വാങ്ങിയതാണ്, 49 രൂപ, 75 രൂപയാണ് ശരിക്ക്, 49 രൂപ. അപ്പം വർഷക്കാലം ആയതുകൊണ്ടും പിന്നെ കുട്ടികളുടെ കുഞ്ഞു ഡ്രസ്സുകളല്ലേ, അപ്പോൾ എല്ലാത്തിനും ക്ലിപ്പ് ഇടാൻ നല്ലത്. കാരണം എങ്ങാനും പറന്ന് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പോയിട്ട് എടുക്കാനായിട്ട് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വീഴാണ്ട് നോക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് ക്ലിപ്പിൻ്റെ എല്ലാം ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിവിടെ ജാഗറി പൗഡറാണ് കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയുമെന്നറിയില്ല, നല്ല സാധനം കേട്ടോ. അപ്പോൾ നമ്മളിത് തിളപ്പിക്കാനും അരിച്ചെടുക്കാനും ഒന്നും നിൽക്കണ്ട, ആ പൊടി നേരിട്ട് നമുക്ക് അവിലാണെങ്കിൽ അവില് എന്തിട്ടിൽ വേണമെങ്കിലും, ഇപ്പോൾ ചായയിലായാലും ഒക്കെ ഉപയോഗിക്കാം, പൊടിയാണ് അത് കേട്ടോ, നല്ലതാണ്. അത് വാങ്ങിച്ച് വാങ്ങിച്ചു നോക്കുക. അധികം വില കൂടുതലൊന്നുമില്ല, സാധാരണ നമ്മൾ വാങ്ങിക്കണതിൻ്റെ വിലയുള്ളൂ. ഇന്ന് അവിടെ ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒരു പാക്കറ്റ് വാങ്ങിച്ചു. അല്ലെങ്കിലും എൻ്റെ അടുത്ത് പൗഡറാണ് കേട്ടോ ഉള്ളത്. ഇത് കൈമ, അതിപ്പോൾ പച്ചരിന്ന് എഴുതിയിട്ടുള്ളത് മുമ്പത്തെ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ, കൈമ റൈസാണത്. ഡിംപിളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഈ അരിയാണ് മൂപ്പർക്ക് ഇഷ്ടം. അപ്പോൾ അതിന് തന്നെ ജീരകശാല നല്ലൊരു ഫ്ലേവർ, ഒരു മണം വരും, അത് വേവുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഡിംപിളിന് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ സെക്ഷൻ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഉഴുന്നില്ല, പരിപ്പില്ലാണ്ട് ഡിംപിൾ പരിപ്പില്ലാത്ത സാമ്പാർ വരെ ഉണ്ടാക്കി. അപ്പോൾ ഡിംപിളിനെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ, എന്താണോ ഉള്ളത് അത് വെച്ചൊരു കറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്കതുകൊണ്ട് എന്താ പറയുക, എവിടെ പോയാലും ജീവിച്ചോളും എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ എനിക്ക്. ഒരെണ്ണമുള്ളൂ, ആ ഒരെണ്ണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കും, ഇല്ല എന്ന് പറയില്ല, ഒരു സംഭവം കൊണ്ട് 2-3 വിഭവം ഉണ്ടാക്കി മൂപ്പര് മേശപ്പുറത്ത് വെക്കും. അത് പണ്ട് തൊട്ടേ ഉള്ള ശീലം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു 7ാം ക്ലാസ് തൊട്ട് ഡിംപിൾ കിച്ചണിൽ കയറി തുടങ്ങിയതാണ്. അപ്പോൾ അത് അങ്ങനെയാണ് ഈ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് തുടങ്ങിയത്, കുട്ടിയുടെ കൈ പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഹോട്ട് പോട്ടാണ്. അപ്പോൾ ഹോട്ട് പോട്ട് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ നിന്ന് ഡൗൺ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്.
അപ്പോൾ അന്ന് തൊട്ട് ഈ ഇൻഡക്ഷനും ഇങ്ങനെയുള്ള അപ്പോൾ കൈ പൊള്ളില്ലല്ലോ അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതേ നാണക്കേട പറയാനായിട്ട് ഡിമ്പിളിന് ഗ്യാസ് ഓൺ ചെയ്യാനായിട്ട് ഭയങ്കര അറിവ് കുറവാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര പേടിയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ലൈറ്റർ ഭയങ്കര നീളമുള്ള ഒരു ലൈറ്ററാണ്. അപ്പോൾ അതേ ഉണക്കമുളക് ഇവിടെ ഉണ്ട്. സംഭവം കുത്തിപ്പൊടി ഞങ്ങൾ പൊടിക്കാറ് പതിവ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മെനക്കെടണ്ട, കാരണം ഇത് പൊടിക്കുന്ന നേരത്തെ തുമ്മലും ചീറ്റലും ചാക്കോച്ചൻ എപ്പോഴും കിച്ചണിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം കുരുമുളകും പൊടി വാങ്ങി, പിന്നെ ഇതൊക്കെ പൊടി വാങ്ങി. കാരണം നിങ്ങൾക്ക് എന്നെ പണ്ട് തൊട്ട് അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ചിലരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇവർക്ക് സ്വയം ചെയ്തുകൂടെയെന്ന്. നിങ്ങളിൽ എൻ്റെ വീഡിയോസ് പണ്ട് തൊട്ടേ കാണുന്നവരുണ്ടെങ്കിൽ അറിയാം, ഞാൻ കിട്ടുന്നത് മുഴുവൻ ഉണക്കി ഉപയോഗിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എല്ലാവരും അന്ന് പറയുകയും ചെയ്യും ആൻറ്റിക്ക് ഇഷ്ടം പോലെ സമയമുള്ളതുകൊണ്ട് ആൻറ്റി ഇത് ചെയ്യണേന്ന്. ആ പറഞ്ഞത് വളരെ സത്യമായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, അതുകൊണ്ട് എല്ലാം ചെയ്യാനായിട്ടൊരു ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കുത്തിപ്പൊടി റെഡിമെയ്ഡ് തൽക്കാലം വാങ്ങിക്കിയതുകൊണ്ട് 2 പാക്കറ്റ് അത് വാങ്ങിച്ചു. ഇതൊക്കെ കണ്ടില്ലേ. അല്ലെങ്കിൽ ഞാൻ മുളക് എടുത്തിട്ട് ഫ്രഷായിട്ട് അപ്പം പൊടിച്ച് ഞങ്ങൾ ഇടാറാണ് പതിവ്. പക്ഷെ അതിന് ഞാൻ മെനക്കെടാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ മറ്റേ ചായപ്പൊടി ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നല്ലതായിരുന്നു അത്. മുളക് പൊടി പൊട്ടിച്ചിട്ടു. മുളക് പൊടിയൊക്കെ മുളക് പൊടി ഞാൻ പണ്ടും വാങ്ങി പൊടിപ്പിക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പൂത്ത് പോവും. നമ്മൾ വളരെ പച്ചമുളകാണ് അധികം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ കുരുമുളക് ഇതൊക്കെ ഞാൻ തന്നെയാണ് പൊടിച്ച് വെക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അതിനുള്ള ഒരു നേരവും കിട്ടാറില്ല. പിന്നെ ഇതൊക്കെ പൊടിപ്പിക്കുമ്പോഴും അതെ, കുട്ടികളുള്ള സമയത്ത് എങ്ങനെ വന്നാലും 3 പേരിൽ ഒരാൾ എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഫാൻ ഇട്ടിട്ട് പറക്കുമ്പോൾ അത് പ്രശ്നമാവും. അപ്പോൾ എന്തിനാ അതെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ കുരുമുളക് പൊടി വാങ്ങിക്കണത് കേട്ടോ. അതുപോലെ കുരുമുളക് എപ്പോഴും ഡിവൈൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ലേതാൻ്റീൻ്റെ അവിടെ നിന്നാണ് കൊണ്ടുവരാറ്. പക്ഷേ ഇപ്രാവശ്യം എന്താ പറയുക ഫുൾ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പോയി വാങ്ങിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വില അറിഞ്ഞത്. അപ്പോൾ ഈ കവറൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് വേസ്റ്റിലിടാവുന്ന സംഭവമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് അതിൽ അടങ്ങിയിട്ടില്ല, അതുമ്പോൾ തിരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനത്തെ കവറുകളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരേ ഭാഗം ക്ലിയർ ചെയ്തു. ഉച്ചലത്തെ ഉച്ചയ്ക്ക് എന്തായിരുന്നു മോരുകറിയും മീൻ വറുത്തതും മുട്ട പൊരിച്ചതും അങ്ങനെയായിരുന്നു കേട്ടോ ഒന്ന്. അത് കഴിഞ്ഞതേ നല്ല മഴ എന്ന് പറഞ്ഞാൽ പോരാത്ത മഴ. ഡാഡി പുറത്തായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡാഡി ശരിക്കും നല്ല മഴയത്ത് പെട്ടെന്ന് മനസ്സിലായി. പക്ഷേ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ചായ വെക്കാൻ നോക്കിയപ്പോൾ പാലില്ല. ഞാൻ സത്യം പറഞ്ഞാൽ പാല് വാങ്ങിക്കാൻ ഗുഡ് ലൈഫ് എടുത്ത് കൈ പിടിച്ചു. ആരോടോ വർത്താനം പറഞ്ഞ് നിൽക്കുക, ഞാനത് അവിടെ തന്നെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഗുഡ് ലൈഫ് ഉണ്ടെന്നായിരുന്നു. ഇവിടെ വന്ന് സാധനങ്ങൾ എടുത്ത് വെച്ച് നോക്കിയപ്പോഴാണ് ഗുഡ് ലൈഫ് പാലില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഡാഡി വന്നിട്ടാവാം, കാരണം ഡാഡി പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഫോൺ അധികം വിളിക്കില്ല. കാരണം ഈ 2 വീലറിൽ പോകുമ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്കെന്തോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വരെ കാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഡാഡീനെ പാല് വാങ്ങിക്കാൻ വിട്ടത് കേട്ടോ. അങ്ങനെ ഇത് ഇന്ന് അവിടെ ഓഫറിലുണ്ടായിരുന്ന ഒരു നെയ്യാണ്. അവർ പറഞ്ഞു നല്ല നെയ്യാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് വാങ്ങി നോക്കി. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ നെയ്യ് ഉണ്ടായിരുന്നു. എന്നാലും ഇത് അവർ പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരം പോകുമ്പോൾ അവർ പറയും ആൻറ്റി ഇന്നതിന് ഇന്ന ഓഫർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനത് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും വായലിടുന്ന ഒരു ശീലമുണ്ട്. അവിടേക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എന്തെങ്കിലും ഞാൻ അടുത്ത് വയ്ക്കും, ഗ്രീൻ പീസോ കപ്പലണ്ടിയോ എന്തെങ്കിലും. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ഈ ബിസ്ക്കറ്റ് ഷുഗർ ഫ്രീ ആണ്. അപ്പോൾ അത് വാങ്ങി ഒരു ബോക്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഓരോന്ന് കടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മധുരമോ ഉപ്പോ അങ്ങനെ ഒന്നുമില്ല, എന്നാലും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ടേസ്റ്റിനല്ലല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ ഒന്ന് വിശപ്പ് മാറ്റണം എന്ന് തോന്നുമ്പോൾ തിന്നാനുള്ളതാണല്ലോ അത്. അപ്പോൾ അങ്ങനെ സന്ധ്യ നേരമായി. ശരിക്കും 7 മണിയൊക്കെ ആവാറായിട്ടോ. അപ്പോൾ ഞാൻ സന്ധ്യ നേരത്ത് ഞാൻ മെഴുകുതിരിയും ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയുടെ സമയമാണ്. പക്ഷേ ചില സമയത്ത് ആരും ഉണ്ടാവാറില്ല. അപ്പോൾ ഉള്ള പോലെയാണ് നമ്മളത് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഇപ്പോൾ ഡിവൈനില്ല, ഡോണില്ല, അപ്പോൾ ഡാഡി പുറത്ത് പോയേക്കാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക തിരിയൊക്കെ കത്തിച്ച്. അപ്പോൾ ഈ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം. വളരെ ശാന്തമായിട്ട് വീട്ടിലെ ഒരു അനക്കല്ലാണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ പള്ളിയകത്ത് നിന്ന് പ്രാർത്ഥിക്കണ പോലെ നമ്മൾ ഒന്നിച്ച് ആ പ്രാർത്ഥനയുടെ കാര്യങ്ങളും ഇതൊക്കെ നിൽക്കുമ്പോൾ കേട്ടോ.
അങ്ങനെ ഇതേ അപ്പോഴാണ് നമ്മളുടെ ഡാഡി വന്നപ്പോൾ ഒരു കൊറിയർ വന്നത് അവർ ഷാഡോസിലാണ് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പുളിമൂട്ടിൽ നിന്ന് ഡിമ്പിളിൻ്റെ ഒരു ഗിഫ്റ്റ്, ഒരു സെറ്റ് സാരിയും ബ്ലൗസും. സെറ്റ് സാരി അല്ല, സെറ്റ് സാരിയും ബ്ലൗസും. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോഴും ഇവിടെ എൻ്റെ ഒതുക്കൽ സത്യത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിയാലോ, ഞാൻ ഒരു 5:15 ആയ സമയത്താണ് ഒതുക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇപ്രാവശ്യം അപ്പോൾ ഡിമ്പിളും പറഞ്ഞു അവിടെ ഇതാണ് ആരംഭമല്ലല്ലോ, എന്തെന്നാ അതിൻ്റെ പേര്, ഞാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ അവിടെ അതന്നെയാണ് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി ആ ചായപ്പൊടി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെന്നപ്പോൾ റിലയൻസിൽ വലിയ പാക്ക് ഇരിക്കണം. അപ്പോൾ ഞാൻ തൽക്കാലം 1 കിലോൻ്റെ ഇതെണ്ണേ ആരംഭം തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ചു എനിക്ക് തെറ്റിയോ എന്ന് വിചാരിച്ചു, കാരണം ഇപ്പോൾ പറയണതൊക്കെ തെറ്റാണേ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ബോട്ടിലാക്കിയിട്ട് ബാക്കി ഞാൻ ഇതിലാക്കി വെച്ചു. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഒതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ടിന്നുകൾ കാലിയാക്കി വെക്കും. കാരണം പെട്ടെന്നൊരു സാധനം കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ സമയത്ത് കാലിയാക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായ ഇരട്ടിപ്പണിയാണ്. ഇതാകുമ്പോൾ ഒക്കെ ഒരു കാലിയാക്കി വെച്ച ടിന്നുകളിലേക്ക് എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി ടപ്പെന്ന് വെച്ചിട്ട് കഴിയും. അങ്ങനെ ഞാൻ ആ സംഭവങ്ങളൊക്കെ അവസാനിപ്പിച്ചു. എല്ലാ ടിന്നുകളും നിറഞ്ഞു. അപ്പോൾ എനിക്ക് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ കാശ് കൊണ്ടുപോയി കൊടുത്തിട്ടല്ലേന്ന്. അങ്ങനെയല്ല, നമ്മൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കയ്യിൽ കാശുള്ളപ്പോൾ 1 കിലോ വാങ്ങിക്കുക, അല്ലാത്തപ്പോൾ നമുക്ക് 100 ഗ്രാം ആയാലും കിട്ടുമല്ലോ. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തോരം വേണം അത് വാങ്ങിക്കാനുള്ളതാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും ഉറുമ്പ് കൂട്ടി വെക്കുന്നത് പോലെ നമ്മൾ കൂട്ടി വെക്കണം. ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഇന്നിപ്പോൾ ഒരെണ്ണം വാങ്ങി 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാതെ വെച്ചാൽ ആ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് വേറൊരു ആവശ്യം വന്നാൽ കാശ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയണത് ഉള്ള സമയത്ത് ഉള്ള പോലെ വാങ്ങി വയ്ക്കുക. അപ്പോൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ എടുത്ത് വെച്ച സംഭവം എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ എണ്ണ ഇന്നലെ കാച്ചിയില്ലേ, അത് ഞാൻ 2 കുപ്പിയിലാക്കി വെച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ബോട്ടിൽ മറ്റേ അവർ വേസ്റ്റ് എടുക്കാൻ വന്നവർക്ക് കുട്ടികൾക്കറിയില്ല, ഞാൻ ഇതുപോലെ എണ്ണ കാച്ചി വയ്ക്കാനായിട്ട് പകർത്തി വെക്കാനുള്ള കുപ്പികളൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ നമ്മുടെ അവിടെ എപ്പോഴും ഇങ്ങനെ കുപ്പികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ഫ്രൈംസാണ് കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങി ഇവിടെ സൂക്ഷിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് പഴകിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനപ്പോൾ അതെടുത്ത് കളയൂട്ടോ, മാറ്റി വയ്ക്കും. കാരണം ഒന്നാമത് ഇതിന് ഇത്രയ്ക്കേ വിലയുള്ളൂ. പിന്നെ നമ്മൾ എക്സ്പയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ദ്രവിച്ച് ഇതിനെ എങ്ങനെ പറയുക, അത് പൊടിയായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളത് മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കാൻ നല്ലത്. കാരണം നമ്മൾ വെളിച്ചെണ്ണയിലിട്ടാലും അത് പോളക്കില്ല. അപ്പോൾ ഇത് 13 രൂപ 24 പൈസയാണ് ഒരു സെറ്റിന്. അതായത് ഈ 2 കൂട്ടം ഫ്ലവറും കുഴലുമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം 10 രൂപയായിട്ടുള്ളൂ. ഇത് 17 രൂപ 18 പൈസ. അത് തൊട്ടപ്പുറത്ത് പപ്പടം പോലെ ഉള്ളത് ഞാനിപ്പോൾ പകർത്താൻ പോകണുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം 10 രൂപ ഈ ഒരു ബോട്ടിൽ സംഭവത്തിനാവണുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്ക് തലയ്ക്കും നമ്മളുടെ വീട്ടിലെ വെളിച്ചെണ്ണ കൊണ്ട് വറുത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഇത് ഇത്തിരി കൂടി സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ. മുളക് പൊടിയുടെ മറ്റേ എന്താ പറയുക, കുത്തിപ്പൊടിയുടെ ആ ഒരു അംശമൊക്കെ അതുമ്പോൾ കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ചെറുപ്പം തൊട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ ഈ ഫ്രൈംസ് വാങ്ങി വെക്കുക എന്നുള്ളത് കേട്ടോ. പണ്ടൊക്കെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ കണ്ണകുളങ്ങരയിൽ രാജേട്ടൻ്റെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുണ്ട്. അമ്മച്ചിയുടെ വലിയമ്മ വരുമ്പോൾ എപ്പോഴും അവിടെ ഇറങ്ങി ഇതിൻ്റെ ഒരു പാക്കറ്റ്, അന്ന് കുഴൽ എന്ന് പറയും, അത് വാങ്ങിക്കൊണ്ട് വരും. അപ്പോഴാണ് നമ്മളുടെ അവിടെ തന്നെ അവിടെ ഉള്ളൊരു ചേച്ചീൻ്റെ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറുടെ മോന് വേണ്ടി വറക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മറ്റേ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് വരും. അപ്പോഴാണ് ഇതിങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മളന്ന് അറിയണത്. പിന്നെ അമ്മച്ചി എപ്പോഴും ഇത് വാങ്ങി വയ്ക്കും. ഞങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പം ഞാനും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ വാങ്ങിക്കരുത് കൊടുക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങി കഴിക്കുന്നവരാണ്. എല്ലാതും നമുക്ക് തന്നെ കൃഷി ചെയ്തുണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് വളർത്തി കൊന്ന് തിന്നാം, അങ്ങനെയൊന്നും പറ്റില്ല. എല്ലാതും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ ഒരു സംഭവം ചിലർക്കത് തന്നെ ഉണ്ടാക്കി വറുത്ത് തിന്നാൻ പറ്റും, പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അത് പറ്റില്ല. അപ്പോൾ നമ്മളിത് വാങ്ങിയേ പറ്റൂ. അപ്പോൾ ആ വാങ്ങണതിൽ ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയുക കാര്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കങ്ങനെ 100% ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ ചവ്വരിയുടെ പപ്പടമാണ് കേട്ടോ.
അപ്പം ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ഞാൻ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണക്കിയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം എനിക്ക് പറ്റാറില്ല. ഇത് നമ്മുടെ മറ്റേ സേമിയാണ്. ഡിംപിളിനൊരു പൂതി. സാധാരണ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ റെഡി ടു മിക്സ് സാധനമാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഡിംപിളിനൊരു പൂതി, മമ്മിയുടെ പണ്ടത്തെ സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാരമൽ ചെയ്തിട്ട് സേമിയ പായസം ഉണ്ടാക്കും. നല്ല ടേസ്റ്റാട്ടോ. നല്ല എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇത് ഞാൻ പച്ചക്കറി വാങ്ങിയതാണ്. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇന്നിപ്പോൾ ക്യാരറ്റും ബീൻസും സൂപ്പിലേക്ക് വേണ്ടിയിട്ട് ഡിംപിൾ പറഞ്ഞു നാളെ തൊട്ട് മമ്മി സ്ട്രിക്റ്റായിട്ട് സൂപ്പ് മതി, ഇനി ചോറ് തരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം നമ്മളുടെ ആരോഗ്യം നന്നാവണമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളോടത് പറയണത്. അപ്പോൾ മുനമ്പത്ത് എപ്പോഴും സൂപ്പ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും എങ്ങനെയാണ് ചോദിക്കുമ്പോൾ മമ്മിക്ക് ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി തരേണ്ടതെന്ന് പറയും. അപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞു മമ്മിക്ക് ഞാൻ ചെയ്തു തരാം, പക്ഷെ അത് കഴിക്കണം കൃത്യമായിട്ട് എന്ന്. അപ്പോൾ നമ്മൾക്ക് ക്യാരറ്റ് കുറേ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാകുമ്പോൾ നമുക്ക് 1 or 2 മതിയെങ്കിൽ ആ കാശ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ 12 രൂപ അങ്ങോട്ടാണ്, ബീൻസിന് 14 രൂപ, രണ്ടും കൂടി ഒരു 25 രൂപയായിട്ടുള്ളൂ എനിക്ക്. അതേസമയം നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുമ്പോൾ 1/4 കിലോയിൽ കുറവ് അല്ലെങ്കിൽ 1/2 കിലോയിൽ കുറവ് നമുക്ക് കിട്ടില്ല. ഈ ക്യാരറ്റൊന്നും നമ്മൾ അങ്ങനെ എന്നും യൂസ് ചെയ്യണതില്ല, അല്ലെങ്കിൽ പിന്നെ ഉപ്പേരി വെച്ചിട്ട് അതങ്ങോട്ട് അവസാനിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1 എണ്ണം 2 എണ്ണം ഒക്കെ ആയിട്ട് വാങ്ങിക്കാട്ടോ. അങ്ങനെ ഇതെല്ലാതും ഏകദേശം ഒതുക്കി കഴിഞ്ഞപ്പോൾ സമയം ഈ സമയമായി. അപ്പോഴാണ് ഡാഡി ശരിക്കും പറഞ്ഞാൽ പാലും കൊണ്ടുവന്നത്. പാലും കൂട്ടത്തിൽ പട്ടികൾക്കുള്ള കാലും കൊണ്ടുവന്നു. പാലും കാലും നല്ല പ്രാസമുണ്ട് അല്ലേ, അത് കൊണ്ടുവന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഫ്രീ കിട്ടിയ സംഭവം ഞാൻ നോക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരത്തെ ആണെങ്കിൽ ഞാനിതൊന്ന് പരീക്ഷിച്ചേനെ. പക്ഷേ ഇപ്പം എനിക്ക് ചായ വെക്കേണ്ട ഒരു സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഉണ്ടാക്കാം. നാളെ സംഭവം 1 ഗ്ലാസ്സിനുള്ളതുള്ളൂ, എങ്കിലും നമുക്ക് 1 ഗ്ലാസ് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തു. ഒരു 7:45 8 എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറേ പേര് എന്നോട് പറയാറുണ്ട് ആൻറ്റിയുടെ അടുക്കള എപ്പോഴും നിറഞ്ഞിരിക്കണു എന്നുള്ളത്. അപ്പോൾ എനിക്കും മനസ്സുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെ വിലയിരുത്താൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്കും തോന്നാറുണ്ട്, എപ്പോൾ നോക്കിയാലും എൻ്റെ വീട്ടിൽ എപ്പോഴും നിറഞ്ഞിരിക്കാറുണ്ട്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ മാതാവ്, ഇവിടെ ഒരു മാതാവുണ്ട്. അമ്മമാർക്ക് എപ്പോഴും മക്കൾക്ക് വിശക്കുണ്ടാവുമോ എന്ന് വിചാരിക്കുമ്പോഴേക്കും കുട്ടികൾ വിശക്കണമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ അവർക്കുള്ള ഭക്ഷണം മുമ്പേ കൊണ്ടുവന്ന് കൊടുക്കും ഇല്ലേ. ഇതുപോലെയാണ് നമ്മുടെ അമ്മമാർ, അതായത് മാതാവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്കൊരാവശ്യം വരണമെന്ന് കാണുമ്പോഴേക്കും ആ സംഭവം നമ്മൾക്ക് എത്തിച്ചു തരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ. അപ്പോൾ പട്ടിക്കുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടു. അത് ഞാൻ പാത്രങ്ങളിലാക്കി അതും ഒരു വശത്ത് വെച്ചു. എണ്ണ പകർത്തി എൻ്റെ ബാക്കി ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതൊരു കുഞ്ഞ കുപ്പിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇതുണ്ടല്ലോ മട്ട്, അതായത് നമ്മൾ പൊടിയല്ലേ ഇട്ടത്, ആ പൊടിയുടെ അതൊക്കെ അതിലുണ്ട്. നമ്മുടെ പ്രജകൾ വന്നു കേട്ടോ. ഇത് സന്തോഷം കൊണ്ട് കൊടുക്കുകയാണ്, ലെറ്റർ കിട്ടിയതാണ്. ഇനി ഈ ലെറ്റർ നമ്മൾ പള്ളിയിലച്ഛൻ്റെ അടുത്തേക്ക് നാളെ ഈ നേരം ആകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്താണ് ആ വിവരം എന്നുള്ളത്. ഈ ലെറ്റർ വികാരി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. ആ കൊടുത്തു കഴിയുമ്പോൾ വികാരി അച്ഛൻ തീരുമാനിക്കും എപ്പോൾ എന്ത് എങ്ങനെ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ നാളെ അറിയിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ പതക്കം, നല്ല ഭംഗിയുള്ളൊരു പതക്കം. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്നറിയില്ല. സൂപ്പർ പതക്കം കേട്ടോ. ഇത് വൈറ്റ് ഗോൾഡ് ഇടയിൽ ചേർത്തിട്ടുള്ള മാലയാണ്. ഇതും ഈ പറഞ്ഞ പോലെ നല്ല മാലയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഡ്രീം കളക്ഷൻസിലേക്ക് എൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണമെന്നുള്ളൂ. ഒരു മോളെ എന്നോട് പറഞ്ഞു ആൻറ്റിക്ക് നല്ല രീതിയിൽ എടുത്തുകൂടെയെന്ന്. അപ്പോൾ ആ മോൾക്ക് ശരിക്ക് അങ്ങനെ ഒരു സംഭവം ഉള്ളത് അറിയില്ല. ഇങ്ങനെ വേറെ നമ്പറുള്ളതും അതിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതൊന്നും ആ മോൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്, കുറച്ചും കൂടെയൊക്കെ ഭംഗിയിൽ എടുത്തുകൂടെ, അപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ. അപ്പോൾ അത് എനിക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും എന്നോട് പറയാം. എന്നെ സംബന്ധിച്ച് ഞാനത് മാക്സിമം നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന ആളാണ്. പിന്നെ 1-2 പേര് പറയും ആൻറ്റി അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നത്, അത് അവർക്ക് എന്താ തോന്നണേന്ന് നമുക്കറിയില്ല. പിന്നെ എല്ലാവരെയും നമുക്ക് ബോധിപ്പിക്കാനൊന്നും പറ്റില്ല. ഇത് ചന്ദനമല്ല, പക്ഷേ ചന്ദനത്തിൻ്റെ മണമൊന്നുമില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ചന്ദനം, നല്ല മാല കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇത് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ക്രിസ്റ്റലിൻ്റെ മാല, നിങ്ങൾക്കറിയാം. ഇത്
ചെറിയൊരു നെക്ലസ്, നല്ല ഭംഗിയുണ്ട് അത് ഈ കാണാൻ. സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സൂര്യൻ കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഫോട്ടോ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അയക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വെക്കനോട് കൂടിയിട്ട് ഞാൻ ഫോട്ടോ എടുത്തതാണ്. കണ്ടോ, ഇത് കണ്ടോ, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ കളറും സംഭവമാണ്, പക്ഷെ മണം ചന്ദനത്തിൻ്റെ ഇല്ല. അല്ലെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാമായിരുന്നു ഇത് ചന്ദനമാണ് എന്നുള്ളത്. തീരെ വെയിറ്റ് ഇല്ല കേട്ടോ, തീരെ വെയിറ്റ് ഇല്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഇത് നമ്മളുടെ ബട്ടർഫ്ലൈൻ്റെ തന്നെ, അത് ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളോട് എന്നും പറയണ പോലെ 6 പിടി 8 പിടി 10 പിടി പാദസരം നെക്ലസ് എല്ലാതും ബ്രേസ്ലെറ്റ് ഒക്കെ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അങ്ങനെ ശരിക്കും കുറേ ലേറ്റായി. ആ സമയത്ത് അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചപ്പാത്തിയും ബീഫ് കറിയും മറ്റേ സബോള സാലഡും ആയിരുന്നു കേട്ടോ ഒന്ന്. അങ്ങനെ കഴിച്ച് ഡിംപിൾ കിച്ചൺ കാര്യങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നാളേക്കുള്ള പാക്കിങ് ഞാനും ഡാഡിയും കൂടി അവിടെ പാക്ക് ചെയ്യണം. അപ്പോൾ ആ സാധനങ്ങൾ ഇത് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ മാല ഇന്ന് കണ്ടമാനം പോയത് ഇന്നും ഇന്നലെയായിട്ട് ഈ മാലകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നാളെയും മിക്കവാറും ഈ മാലകൾക്ക് തന്നെയാവും എൻക്വയറി. ഇന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, കാരണം അത്രയും ഭംഗിയാണ് ആ മാല കാണാനിട്ടാ. എല്ലാ ഡ്രസ്സിൻ്റെയും കൂടി ഇടാം. പിന്നെ ക്രിസ്റ്റലാണല്ലോ, ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ പറയില്ലേ ലക്കി സ്റ്റോൺ ഉള്ളതാണ് അങ്ങനെയൊക്കെ പറയും, നല്ലതാണ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നത് പറയണതാട്ടോ, അല്ലാണ്ട് ഞാൻ എൻ്റെ അറിവിൽ പറയണതല്ല കേട്ടോ അതൊന്നും. അപ്പം അങ്ങനെ ഇന്നത്തെ അങ്ങോട്ട് പരിപാടി ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ പതിവില്ലാണ്ട് ഒരു യാത്രയും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു വീഡിയോ എനിക്ക് തരാനും പറ്റി. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ തട്ടിക്കൂട്ടി ഒരു ദിവസം മെനക്കെട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണതാണ്. പക്ഷേ ഇന്നതല്ല, എനിക്കൊരു മനസ്സിനൊരു തൃപ്തിയുണ്ട്. ഞാൻ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞാൻ എന്തൊക്കെയോ ചെയ്യണുണ്ട് എന്നുള്ളത്. ഇതിൽ സത്യം പറഞ്ഞാൽ കണ്ടമാനം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉറക്കം തൂങ്ങിയിരുന്നിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യാതിരുന്നത്. കാരണം എനിക്ക് എന്തോ ഭയങ്കര ഉറക്കക്ഷീണം വന്നു. അത് എഡിറ്റ് ചെയ്യാൻ നിന്ന് വോയിസ് ഓവർ കൊടുക്കാൻ നിന്നപ്പോഴാണ് കുറേയൊക്കെ ഡിലീറ്റ് ആയിപ്പോയിട്ട് അതിൻ്റെ എംബ്ലാണ് കിടക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ പോയിട്ട് ഡിംപിളിനെ കൊണ്ട് രണ്ടാമത് ചെയ്യിച്ചിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉറക്കം വന്നതാണ് മെയിൻ പ്രശ്നം ഇതിട്ടാ. ഇതിപ്പോൾ എനിക്ക് നാളെ പോസ്റ്റ് ചെയ്യാനുള്ള ഭയങ്കര ഭംഗിയുള്ളൊരു ലോക്കറ്റാട്ടോ, റൂബിയാണത്. നല്ല വലിപ്പമുണ്ട്, നിങ്ങൾക്ക് കണ്ടറിയാം, നമ്മുടെ 4 വിരലിൻ്റെ വലിപ്പമുണ്ട് അത്. ഇത് അതിൻ്റെ ഓവൽ നമ്മൾ മാല കണ്ടില്ലേ അതിൻ്റെ ബ്രേസ്ലെറ്റാണ്. അപ്പോൾ ഇത് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗുളികളൊക്കെ കഴിച്ചു മറക്കാണ്ടിരിക്കാൻ ഞാൻ വേഗം ഡൈനിങ് ടേബിളുമ്പോൾ കൊണ്ടുവച്ചു. അപ്പോൾ ഇനിയും കുറേ പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ ഡാഡി അതൊക്കെ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡാഡി ഒരു വശത്ത് ഒതുക്കണം, ഒരു വശത്ത് ഡിംപിൾ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിച്ചു. ഡിവൈനും ഡോണൊക്കെ ഉറക്കക്ഷീണം 5 ദിവസത്തെ ക്ഷീണം കിടന്നുറങ്ങാൻ പോയിട്ടുണ്ട്. പാച്ചുട്ടൻ അമ്മ കുളിക്കാൻ പോയേക്കാം. അപ്പോൾ പാച്ചുട്ടൻ ടി വിയും കണ്ട് അങ്ങനെയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഗുഡ് നൈറ്റ് പറയാണ്. അപ്പോൾ എല്ലാവർക്കും ഉമ്മം കൊടുക്കാൻ പറഞ്ഞപ്പോൾ മുപ്പര് ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്ത് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഫ്ലൈയിങ് കിസ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ, നിങ്ങൾ എൻ്റെ വ്യൂവേഴ്സിനുള്ളതാണ് ഈ ഫ്ലൈയിങ് കിസ് കുട്ടൻ്റെ വക. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വാർത്തയായിട്ട് എനിക്ക് നാളെ നിങ്ങളുടെ മുന്നിൽ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടെന്നറിയാം, എന്നാലും ഒന്നും കൂടി ഞാൻ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.